ഗൈസ് ഹായ്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു. കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് മുഖം ഒന്ന് പൊള്ളിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊക്കെ ഇത് തിരക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കുക്കർ തുറക്കുന്നവർ തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ കുക്കർ ചൂടോട് കൂടെ എന്തായാലും വലിച്ച് ഒരിക്കലും തുറക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കുക്കർ തുറക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അതിപ്പോൾ അത്ര വലിയ വീഡിയോ ഒന്നുമല്ല, പക്ഷേ കുറേ പേർക്ക് ഇത് യൂസ്ഫുൾ ആവും തോന്നുന്നു. കാരണം എൻ്റെ ഒരു സിസ്റ്റർക്കും ഇതുപോലെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് എന്താ പറയുക സ്പൂണുകൊണ്ടാണ് മെയിനായിട്ട് അതിൻ്റെ എയർ കളയുന്നത്. അത് കളഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വലിച്ച് ഇത് നോക്കുമ്പോൾ അത് പോയി കിടക്കുകയാണ്. എന്നിട്ട് തുറന്ന പാടെ മൂടിയൊരൊറ്റ പൊങ്ങലും അതുപോലെ തന്നെ അതിലെ വെള്ളം മുഖത്ത് തെറിച്ചു. പക്ഷെ ഭാഗ്യത്തിന് അധികമൊന്നും ആയില്ല. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ അത് നമുക്ക് സേഫായിട്ട് എങ്ങനെ തുറക്കാമെന്ന് ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ എയറും പോയിട്ട് നമ്മൾ തുറക്കുക തന്നെയാണ് കേട്ടോ. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് മുട്ട പുഴുങ്ങി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ കുറച്ചുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ തുറക്കാതെ തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപകടം ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു പൈപ്പിൻ്റെ ചുവട്ടിൽ ഇത് വെക്കാം. വെച്ച് കഴിഞ്ഞാൽ കണ്ടോ എല്ലാ എയറും കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ എയർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എയർ മാത്രം പോയി നോക്കിയിട്ട് കാര്യമില്ല, ഫുൾ എയർ ഉണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം കണ്ടോ ഇതാക്കി കഴിഞ്ഞാൽ തന്നെ സംഭവം പോയി കണ്ടോ. പരമാവധി ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഊരിയെടുക്കരുത്. ഊരിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഊരിയെടുക്കാണ്ട് നോക്കണം കേട്ടോ. ഊരിയെടുക്കാണ്ട് ഇത് മുഴുവൻ പോയതിന് ശേഷം കേട്ടോ ഇപ്പം ഇല്ല, ഇതിപ്പോൾ ഈ ഭാഗത്തൊന്നും അധികം ഇല്ല, ഫുള്ളിങ്ങനെ ആക്കാം. നമ്മൾ ചൂടുള്ളത് തന്നെയാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും കേട്ടോ. ഞാൻ കൈ പിടിച്ചിട്ടാണ് കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് തുറക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അത് കണ്ടപ്പോൾ ശരിക്കും വിഷമം. എൻ്റെ അനിയത്തിയുടെയും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവൾക്ക് അത്ര അപകടമായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്തത്, നമ്മൾ നല്ലോണം വെള്ളത്തിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരക്ക് പിടിക്കുന്നവർക്കുള്ള കാര്യമാണ് കേട്ടോ. അല്ലാത്തവർ ഇത് ഫുള്ള് റിലീസായിട്ട് ചെയ്യുന്നതിനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം നമുക്ക് അപകടം ഉണ്ടാക്കാനോ കാര്യങ്ങൾക്ക് നമ്മൾ വരുത്തി വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഒരു മെത്തേഡാണ് കേട്ടോ. പിന്നെ നമ്മൾ അടച്ചു വെച്ചാൽ ഇതിൽ എയർ കയറും. അപ്പോൾ വേണ്ട, പിന്നെ നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും, കുഴപ്പമില്ല, ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. പക്ഷേ പിന്നെ അടച്ചു വെച്ചിട്ട് വീണ്ടും തുറക്കാൻ നിൽക്കരുത് നമ്മൾ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുക്കർ പൊട്ടിത്തെറിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.